ഇനി ഇന്നത്തെ വാർത്താപ്പകൽ സംഭവിച്ച വാർത്തകളിലൂടെ വാർത്താപ്പകൽ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് കേരളം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ ആവശ്യപ്പെട്ടു. നികുതി വിഹിതം നിർണ്ണയിക്കാൻ 2011 സെൻസസ് അടിസ്ഥാനമാക്കുന്നതിനെ എതിർത്ത് കേരളം. IAS തലപ്പത്തെ പോരിൽ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത്. ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ലെന്നും വ്യാജ കത്തുകൾ ഉണ്ടാക്കിയെന്നും പോസ്റ്റിൽ പരാമർശം. എ ജയതിലകിനെയും കെ ഗോപാലകൃഷ്ണനെയും ലക്ഷ്യം വെച്ച് ആരോപണങ്ങൾ. ഇ ഓഫീസ് ഫയൽ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ച് ഫേസ്ബുക്ക് കുറിപ്പ്. ചികിത്സാ പിഴവ് വിവാദത്തിന് പിന്നാലെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ പരാതി. വാക്വം ഡെലിവറിക്കിടെ നവജാത ശിശുവിന്റെ കുഞ്ഞിന്റെ കൈ തടർന്നുപോയെന്ന് രക്ഷിതാക്കൾ. ദുരവസ്ഥ ആര്യാട് സ്വദേശി രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്. ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി കുടുംബം. 17 പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള KSEB നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ. 4 മാസത്തെ കണക്കിന് പകരം 3 മാസത്തെ കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഗഗൻയാൻ ഒരു കടമ്പ കൂടി കടന്നുവെന്ന് ISRO. പേടകം സുരക്ഷിതമായി താഴെയിറക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. വിശാഖപട്ടണത്ത് കടലിൽ പരീക്ഷണം നടത്തിയത് ISROയും നാവികസേനയും ചേർന്ന്. വേലിയേറ്റ ദുരിതത്തിൽ വലഞ്ഞ് കൊച്ചിയിലെ താന്തോണിത്തുരുത്തി നിവാസികൾ. ജഡ ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധം. പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് TJ വിനോദ് MLAയും. കർണാടകയിലെ ബെലഗാവിയിൽ വൻ സംഘർഷം. സംവരണ പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചമശാലി ലിംഗായത്ത് വിഭാഗത്തിന്റെ പ്രതിഷേധം. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പേർക്ക് പരിക്ക്.